പ്ലസ് ടു പഠിക്കുന്നത് ഏത് വിഷയമായിക്കോട്ടെ വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ് UGC മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം UG-PG വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം മാറ്റങ്ങൾ UGC മുന്നോട്ട് വെച്ചിരുന്നു. ഈ മാറ്റങ്ങളൊന്നും ഫൈനൽ ആയിട്ടില്ല, ഇപ്പോഴും ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് UGC മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. ആദ്യത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ട വിഷയത്തിന് എൻട്രൻസ് എന്നുള്ളതാണ്. അതായത് പ്ലസ് ടുവിന് നമുക്കറിയാം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, വൊക്കേഷണൽ, ഹയർ സെക്കൻഡറി വിവിധ സ്ട്രീമുകൾ എടുത്തിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സയൻസ് എടുത്ത വിദ്യാർത്ഥിക്ക് ഒരു പക്ഷേ എല്ലാ സ്ട്രീമിലേക്കും ഏത് വിഷയത്തിലും ഡിഗ്രി എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നാൽ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡൊമൈൻ സബ്ജക്ട്സിൽ മാത്രമാണ് ഡിഗ്രി ഹയർ എഡ്യൂക്കേഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഈ ഒരു മാറ്റം ഈ ഒരു സംഗതി ഒഴിവാകാൻ പോവുകയാണ്. അതായത് കൊമേഴ്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്കും സയൻസ് സ്ട്രീമിൽ പെടുന്ന ഒരു വിഷയത്തിൽ ഡിഗ്രി എടുക്കാം. അതിന് ഒരു കണ്ടീഷൻ മാത്രമാണുള്ളത്, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും. ആ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏത് സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് സ്വിച്ച് ചെയ്യാം, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി എന്നുള്ളത്. മറ്റൊരു സംഗതി, ഇത് ഡിഗ്രിക്ക് മാത്രമല്ല, ഡിഗ്രിക്ക് ഏത് വിഷയം പഠിച്ചു PGക്ക് മറ്റൊരു വിഷയത്തിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നുള്ള താല്പര്യപ്പെടുന്ന കുട്ടികൾക്കും ഈ ഒരു മാറ്റം ഇനി പോസിബിൾ ആയിരിക്കും. മറ്റൊന്നുള്ളത്, ഒരേ സമയം 2 വിഷയങ്ങളിൽ UG-PG പഠനവും അനുവദിക്കും. ഒരേ സമയം തന്നെ 2 ഡിഗ്രിയും അല്ലെങ്കിൽ 2 PG ഒക്കെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ UGC മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു സംഗതി, വർഷത്തിൽ 2 തവണ പ്രവേശനം എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഒരു അക്കാഡമിക് ഇയറിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി അങ്ങോട്ട് 2 സമയങ്ങളിൽ ഇൻടേക്കുകളിൽ സാധ്യമാക്കുന്നു എന്നുള്ളത്. ജാനുവരി, ഫെബ്രുവരി മാസത്തിലും അതുപോലെ തന്നെ ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലും 2 തവണ അഡ്മിഷൻസ് പോസിബിൾ ആണ്. ഈ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഒരുപക്ഷെ പ്ലസ് ടുവിന് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ട വിഷയം അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണത്താൽ ഗ്യാപ്പ് എടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു കോഴ്സ് എടുത്തു, അത് കഴിഞ്ഞ് അവർക്കത് ഇഷ്ടമായില്ല, മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ. ഇതൊക്കെ ഒഴിവാകുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി ഈ പറയുന്ന മാറ്റം വരുന്നതോട് കൂടിയിട്ട്, അല്ലെ? അതായത് 2 പ്രാവശ്യം ഒരു വർഷത്തിൽ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അവസരത്തിൽ കിട്ടിയില്ല എങ്കിൽ കൂടെ അടുത്തൊരു അവസരത്തിൽ ആ ഒരു ട്രൈ ചെയ്ത് പ്രവേശനം നേടാനുള്ള ഒരു അവസരം മുന്നിലുണ്ട് എന്നുള്ള സംഗതി, റൈറ്റ്? ഇനി മറ്റൊന്നുള്ളത്, മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് അവസരവും ഉണ്ടാകും. അതായത് വൊക്കേഷണൽ പ്രോഗ്രാമിൽ നിന്ന് പരമ്പരാഗത പ്രോഗ്രാമിലേക്കും തിരിച്ചു മാറാനുള്ള സൗകര്യം ഈ ഒരു മാറ്റം വരികയാണെങ്കിൽ സാധ്യമാകും എന്നുള്ളത്. ഒരുപക്ഷെ വൊക്കേഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുത്തു, അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ട്രഡീഷണൽ കൺവെൻഷണൽ രൂപത്തിലുള്ള കോഴ്സുകളിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും തിരിച്ച് അങ്ങോട്ടും മാറാനുള്ള അവസരമൊക്കെ UGC മുന്നോട്ട് വെക്കുന്ന ഈ മാറ്റങ്ങൾ വരികയാണെങ്കിൽ, അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ സാധ്യമാകും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി ഹാജറിൽ കാർക്കശ്യമില്ല, അറ്റൻഡൻസ് അത്രത്തോളം സ്ട്രിക്റ്റ് ആക്കില്ല എന്നുള്ളതാണ് UGC മുന്നോട്ട് വെക്കുന്നത്. ഓരോ സ്ഥാപനങ്ങൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ എത്രയാണോ കട്ട് ഓഫ് അറ്റൻഡൻസ് പെർസെൻറ്റേജ് എന്നുള്ളത് നിശ്ചയിക്കാം. ആ അറ്റൻഡൻസ് ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫൈനൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി പരീക്ഷയിൽ സ്വാതന്ത്ര്യം, അതായത് പരീക്ഷ എങ്ങനെ നടത്തണം എന്നുള്ളതും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ് UGC മുന്നോട്ട് വെക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വൈവയിലായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വാല്യുവേഷൻ മെത്തേഡായിട്ട് സ്വീകരിക്കാം. കൊറോണ സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നു. കുറേ പേര് ഓൺലൈനായിട്ട് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. മറ്റു ചിലർ ഇന്റേണൽ അസസ്മെന്റ് മാർക്കിന്റെ ബേസിൽ ഇവാലുവേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഏത് രൂപത്തിലാണോ ഇവാലുവേഷൻ എന്നുള്ളത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു അനുമതി കൂടെ UGC മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഇന്റേൺഷിപ്പ് നിർണായകമാണ്. ബിരുദ പഠനം പൂർത്തിയാക്കാനുള്ള ആകെ ക്രെഡിറ്റിന്റെ പകുതിയെങ്കിലും പ്രധാന വിഷയത്തിൽ നിന്നും വേണം. അതായത് ഏത് വിഷയത്തിലാണോ ഡിഗ്രി ചെയ്യുന്നത് അതിൽ ആ ഒരു ഡൊമൈൻ സബ്ജക്റ്റിൽ 50% എങ്കിലും ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം. ബാക്കി 50% ക്രെഡിറ്റ് നൈപുണ്യ കോഴ്സുകൾ, മൾട്ടി ഡിസിപ്ലിനറി വിഷയങ്ങൾ, ഇന്റേൺഷിപ്പുകൾ എന്നിവയിലൂടെ നേടാം എന്നതാണ്. അപ്പോൾ ഇന്റേൺഷിപ്പുകൾ വരുന്നതോട് കൂടിയിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടാനും പ്രാക്ടിക്കൽ നോളേജ് കിട്ടാനും സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു സംഗതിയും ഇന്റേൺഷിപ്പ് പോലെയുള്ള എക്സ്പീരിയൻസും എക്സ്പോഷറും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ കൂടുതൽ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, വളരെ വെൽക്കം ചെയ്യാൻ പറ്റുന്ന ഒരു മാറ്റം തന്നെയാണ്. മറ്റൊന്നുള്ളത്, ആക്സിലറേറ്റഡ് എക്സ്റ്റെൻഡഡ് ബിരുദം എന്നുള്ളത്. അതായത് 3 വർഷത്തെ ഒരു കോഴ്സ് ഒരുപക്ഷെ നേരത്തെ തന്നെ ക്രെഡിറ്റുകൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നേരത്തെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി 4 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ നേരത്തെ തന്നെ പഠനം പൂർത്തിയാക്കാനുള്ള അവസരം, ക്രെഡിറ്റുകൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നേരത്തെ തന്നെ പഠനം പൂർത്തിയാക്കാം എന്നുള്ളൊരു കണ്ടീഷൻ. ഇനി ലാസ്റ്റ് വൺ, ഇനി അഡ്വാൻസ്ഡ് PG എന്ന് പറയുന്ന
ഫിസിക്സ്, മാത്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ 4 വർഷത്തെ ഓണേഴ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് ഓണേഴ്സ് കോഴ്സ് ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് എന്തുണ്ട്, എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ, എംടെക്കിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ UGC മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം വരികയാണെങ്കിൽ ഡിഗ്രി PG വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒട്ടനവധി സംഗതികൾ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എനിവേ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഈ ഒരു മാറ്റങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം നല്ലതിനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഗുഡ് ബൈ.